നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഭാഷ പറഞ്ഞ പൊന്ത കാട് റോഡിക്ക് വളരെയധികം പ്രയാസത്തിൽ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു 2 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കണ്ടെങ്കിൽ ഇത് ബസ് പോണ രംഗങ്ങളാണ്. കാരണം വാഹനങ്ങൾ പാസ് ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിമ തട്ടി ഇങ്ങനെ പോണത് അതൊരു ഭാഗത്തേക്ക് വണ്ടി കൊണ്ട് വരികയാണെങ്കിലേ അതുപോലെ തന്നെ കണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ആ സൈഡ് കുണ്ടാണ്, കണ്ടെങ്കിൽ ഇടജാണ്. ശരിക്കും ഒരു വാഹനങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ഈ ഒരു പൊന്ത, ഈ ഒരു കാട്, ഈ ഒരു കൊമ്പുകൾ ഏറ്റവും വലിയ ബസ്സിനൊക്കെ വലിയ പ്രയാസത്തിന്. എന്തായാലും ഇന്ന് നമ്മുടെ കരുവാരക്കുണ്ട് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ കരുവാരക്കുണ്ട് സ്റ്റേഷൻ യൂണിറ്റിലെ പ്രവർത്തകരടക്കം മൊത്തം ഒരു 5-6 പ്രവർത്തകർ വന്ന് അവർ കാട് വെട്ടുന്നുണ്ട്. രാജേഷ് ഉണ്ട്, അതുപോലെ തന്നെ ഇവരൊക്കെ പാടെ കൂടിങ്ങാണ്ട് അത് വെട്ടുന്നുണ്ട്. അതിന് വളരെയധികം സംഭവം കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു ഒരാളെ കണ്ണിലോ മൂക്കിലോ തട്ടണി ബസ് പോകുമ്പോൾ, കാരണം ഇവിടുന്ന് ഒരു ബസ് വരുമ്പോൾ അതിനപ്പുറത്ത് ഒരു ബസ് ഇവിടുന്ന് വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും വണ്ടി ചവിട്ടാൻ കിട്ടിയില്ലെങ്കിൽ കമ്പ് എന്തായാലും ആ സൈഡിൽ തട്ടും. എന്തായാലും ഇത് ഫുള്ള് വെട്ടി ക്ലിയർ ആക്കുന്നുണ്ട്. ഞാനത് പറയാതിരിക്കാൻ കാണിച്ചു തരുന്ന ഒരു വിഷയം തന്നെയാണിത്. കാരണം എന്താ വെച്ചാൽ ഈ വിഷയം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഒന്ന് ചിന്തിക്കാണ്ട് മറ്റുള്ള കാര്യം പറയുന്നത് ഇലക്ട്രിക് പോസ്റ്റാണ് ഈ കിടക്കണത്. ഇതിമൊക്കെ ഈ പൊന്ത ഉണ്ടെങ്കിൽ അതിന് കൂടെ ഒക്കെ പെയ്ക്കണ ഈ കാടിട്ടില്ലേ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഇവർ വന്ന് സംഭവം കാണുമ്പോൾ ഈ ഒരു കാടാ വെട്ടിയത് ഇപ്പോഴത്തെ തല്ലെന്ന് ചോദിക്കും. പക്ഷെ അതല്ല നോക്കേണ്ടത്. നമുക്ക് കണ്ടെങ്കിൽ വണ്ടികൾക്ക് പോകുമ്പോൾ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഏരിയ, ഒരു ബുദ്ധിമുട്ടായ ഒരു കാട് തന്നെയാണിത്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ വണ്ടിക്കാരൊന്ന് റൈറ്റിക്ക് ചാരിയെടുത്ത് പോകുന്നത് കാണുമ്പോൾ ഒന്ന് വെട്ടിക്കും. അപ്പോൾ അവിടുന്ന് വണ്ടി വരുമ്പോൾ അപകടം നടക്കും. എന്തായാലും ഇതിൽ അപകടങ്ങൾ നടന്നിട്ടില്ല. അതിന് മുന്നേ ഏതായാലും ട്രോമാ കെയറിൻ്റെ പ്രവർത്തകർ ഇത് വന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഒന്ന് വിവരം ഒന്ന് പങ്കുവെച്ചതാണ്. എന്തായാലും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വേണ്ടത്.